ട്രാഫിക്കിൽ നിങ്ങളുടെ വണ്ടിയുടെ മുന്നിലേക്ക് ഒരാൾ പെട്ടെന്ന് വണ്ടി വെട്ടിച്ചു കയറ്റുന്നു എന്ന് കരുതുക. അല്ലെങ്കിൽ ഓഫീസിൽ ഒരു സഹപ്രവർത്തകൻ നിങ്ങളെക്കുറിച്ച് തീരെ അടിസ്ഥാനമില്ലാത്ത ഒരു ആരോപണം ഉന്നയിക്കുന്നു. ആ നിമിഷത്തിൽ നിങ്ങളുടെ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും? സ്വാഭാവികമായും ദേഷ്യം വരും. അതെ, ഒട്ടും ആലോചിക്കാതെ അവനെ തിരിച്ചു വെട്ടിക്കണം, അല്ലെങ്കിൽ അയാൾക്കതേ നാണയത്തിൽ തന്നെ ചുട്ട മറുപടി കൊടുക്കണമെന്നല്ലേ നമ്മൾ ചിന്തിക്കുക. നമ്മൾ മനുഷ്യർ അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും. ആ ഒരു തിരിച്ചടി നൽകാൻ നമ്മുടെ തലച്ചോർ നമ്മെ നിർബന്ധിക്കുന്നതിന് പിന്നിൽ വ്യക്തമായൊരു ശാസ്ത്രമുണ്ട്. പരിണാമപരമായി നോക്കിയാൽ നമ്മൾ ഒരു കാലത്ത് കാട്ടിൽ ജീവിച്ചിരുന്നവരാണല്ലോ. അതെ, വേട്ടയാടി ജീവിച്ചിരുന്ന കാലം. കൃത്യം. അന്നൊരു ആക്രമണമുണ്ടായാൽ ഒന്നെങ്കിൽ പൊരുതുക, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുക. അതായത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന അവസ്ഥയിലൂടെയാണ് മനുഷ്യർ കടന്നുപോയിരുന്നത്. ആരെങ്കിലും നമ്മളോട് മോശമായി പെരുമാറുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് അഡ്രിനാലിൻ കുതിച്ചുയരും. ഓഹോ, അപ്പോൾ അതൊരു ശാരീരികമായ പ്രതികരണം കൂടിയാണ്. അതെ, നമ്മൾ അവരെ തിരികെ ആക്രമിച്ചാൽ മാത്രമേ നമ്മുടെ നിലനിൽപ്പ് സുരക്ഷിതമാകൂ എന്ന് തലച്ചോറ് നമ്മെ അപ്പോൾ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു തികഞ്ഞ അതിജീവന തന്ത്രമാണ്. പക്ഷെ നോക്കൂ, നമ്മളിപ്പോൾ കാട്ടിലല്ലല്ലോ ജീവിക്കുന്നത്. ഈ ഒരു സ്വാഭാവികമായ തിരിച്ചടി യഥാർത്ഥത്തിൽ നമ്മളെ ഒരു നെഗറ്റീവ് ഊർജത്തിന്റെ അവസാനിക്കാതെ ചക്രത്തിൽ കുടുക്കിയിടുകയല്ലേ ചെയ്യുന്നത്? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് നമ്മളെ കൂടുതൽ സംഘർഷങ്ങളിലേക്ക് തള്ളിവിടുന്നു. അപ്പോൾ ഇന്ന് ഈ അന്വേഷണം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കുമായി മനുഷ്യർ തമ്മിലുള്ള സംഘർഷങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള തികച്ചും വ്യത്യസ്തവും അതിശയകരവുമായ ഒരു സൈക്കോളജിക്കൽ ഹാക്കിലേക്കാണ് നാം കടക്കുന്നത്. നാം ഇന്ന് നടത്തുന്നത് പുതിയ ആശയങ്ങളിലേക്കുള്ള വളരെ ആഴത്തിലുള്ള ഒരു അന്വേഷണമാണ്. വളരെ പ്രസക്തമായൊരു വിഷയമാണിത്. അതെ, ഇതിനായി നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് സൂറ ഫുസിലത്ത് എന്ന അധ്യായത്തിലെ 41-ാം അധ്യായം 34, 35 എന്നീ വാക്യങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നൊരാശയമാണ്. അതായത് ക്ഷമയുടെയും വിട്ടുവീഴ്ചയുടെയും രസതന്ത്രം. ഇത് കേവലം ഒരു ധാർമ്മിക ഉപദേശമല്ല, മറിച്ച് നിങ്ങളുടെ മാനസികോർജ്ജം സംരക്ഷിക്കാനുള്ള ഒരു കരുത്തുറ്റ ടൂളാണ്. ശരിയാണ്. ഈ വാക്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. 41-ാമത്തെ അധ്യായം 34-ാം വാക്യം തുടങ്ങുന്നത് തന്നെ നന്മയും തിന്മയും ഒരിക്കലും തുല്യമല്ല എന്ന വളരെ വ്യക്തമായ ഒരു പ്രസ്താവനയിലൂടെയാണ്. ഒറ്റനോട്ടത്തിൽ ഇതൊരു ചെറിയ കാര്യമായി തോന്നാം. അവ രണ്ടും തുല്യമല്ല എന്നെല്ലാവർക്കും അറിയാമല്ലോ. അതെ, പക്ഷേ ഇതിന്റെ ഉള്ളിലേക്ക് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയാൽ ഇത് മനുഷ്യന്റെ പെരുമാറ്റ രീതികളിലെ ഒരു വലിയ അസന്തുലിതാവസ്ഥയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് കാണാം. തിന്മ എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന, എല്ലാം നശിപ്പിക്കുന്ന ഒന്നാണ്. ഒരു ബന്ധം പൂർണ്ണമായും തകർക്കാൻ ഒരൊറ്റ മോശം വാക്ക് മതിയാകുമല്ലോ. അതേതെ, പെട്ടെന്നെല്ലാം തകർക്കാൻ എളുപ്പമാണ്. എന്നാൽ നന്മ അങ്ങനെയല്ല. അതിന് സമയമെടുക്കും. അത് വളരെ പതുക്കെ ശ്രദ്ധയോടെ കെട്ടിപ്പടുക്കുന്ന ഒന്നാണ്. ഇവ രണ്ടുമുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ തികച്ചും വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. അപ്പോ ഒരാൾ നമ്മെ പിടിച്ചു തള്ളിയാൽ ഉടൻ തന്നെ തിരികെ തള്ളുക എന്നത് ഈ അസന്തുലിതാവസ്ഥയെ നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് സംഭവിക്കുന്നതല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതാണ് കാര്യം. എവിടെയെങ്കിലും വലിയൊരു തീ പിടിച്ചാൽ ആ തീ അണയ്ക്കാൻ നമ്മൾ വീണ്ടും തീ തന്നെ ഉപയോഗിക്കുന്നതിൽ യാതൊരർത്ഥവുമില്ലല്ലോ. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വെള്ളമാണ്. അതായത് തീയുടെ തികച്ചും വിപരീതമായ ഒന്ന്. വളരെ നല്ലൊരു ഉപമയാണത്. ഒരാൾ നമ്മളോട് ദേഷ്യപ്പെടുമ്പോൾ നമ്മളും തിരിച്ചു ദേഷ്യപ്പെട്ടാൽ അത് തീ അണയ്ക്കാൻ വീണ്ടും തീ കോരിയൊഴിക്കുന്നതിന് തുല്യമാവില്ലേ? തീർച്ചയായും. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ അഡ്രിനാലിൻ നമ്മളെ വഞ്ചിക്കുന്നത്. ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിലെ മിറർ ന്യൂറോണുകൾ അവരുടെ ആ ദേഷ്യത്തെ അനുകരിക്കാൻ നമ്മെ പെട്ടെന്ന് പ്രേരിപ്പിക്കും. നമ്മളും അറിയാതെ ശബ്ദമുയർത്തും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പ്രശ്നം പരിഹരിക്കുകയാണെന്നാണ്. അതെ, പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ആ പ്രശ്നത്തെ ഇരട്ടയാക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അവിടെയാണ് ഈ വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം വളരെ വിപ്ലവകരമായൊരാശയം മുന്നോട്ട് വയ്ക്കുന്നത്. തിന്മയെ ഏറ്റവും നല്ലതുകൊണ്ട് പ്രതിരോധിക്കുക എന്ന് അത് പറയുന്നു. വെറുതെ പ്രതിരോധിക്കാനല്ല, ഏറ്റവും മികച്ചതുകൊണ്ട് പ്രതിരോധിക്കാൻ. അതെ, നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച പ്രതികരണം കൊണ്ട് വേണം ആ തിന്മയെ നേരിടാൻ എന്നാണ് അത് ആവശ്യപ്പെടുന്നത്. ഒരു നിമിഷം, എനിക്കിവിടെ ഒരു ചെറിയ സംശയമുണ്ട്. അതായത് ഇതിനർത്ഥം ആരെങ്കിലും വന്ന് നമ്മളെ ഉപദ്രവിച്ചാൽ അല്ലെങ്കിൽ അപമാനിച്ചാൽ ഒന്നും മിണ്ടാതെ തലകുനിച്ച് ഒരു മൂലയിൽ പോയി നിൽക്കണം എന്നാണോ? അല്ലല്ല, ഒരിക്കലുമല്ല. കാരണം പലപ്പോഴും ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ ആളുകൾ മനസ്സിലാക്കുന്നത് അതൊരു തരം ഭയമാണ് അല്ലെങ്കിൽ നിഷ്ക്രിയത്വമാണ് എന്നാണ്.
ഒരാൾ മുഖത്തടിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് ഒരു മികച്ച പ്രതികരണമായി എങ്ങനെയാണ് നമുക്ക് കണക്കാക്കാൻ കഴിയുക? ഈ ഒരു തെറ്റിദ്ധാരണ മാറ്റുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രതിരോധിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു ആക്റ്റീവായ വാക്കാണ്. അതുകൊണ്ടോ നിശബ്ദനായി നിൽക്കുകയാണെങ്കിൽ അത് ക്ഷമയല്ല, അത് തോൽവിയാണ്. ശരിയാണ്. തോൽവിയും ക്ഷമയും രണ്ടാണല്ലോ. എന്നാൽ നിങ്ങൾക്ക് തിരിച്ചടിക്കാൻ പൂർണ്ണമായ കഴിവുണ്ടായിട്ടും നിങ്ങളുടെ ശക്തിയുടെ ഉന്നതിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ വളരെ ബോധപൂർവം തീരുമാനിക്കുകയാണ്, ഇല്ല, ഞാൻ ഇയാളുടെ നിലവാരത്തിലേക്ക് താഴാൻ പോകുന്നില്ലെന്ന്. അവിടെ നിങ്ങൾ വളരെ സജീവമായൊരു തീരുമാനമെടുക്കുകയാണ് ചെയ്യുന്നത്. അതെ, ഇത് വളരെ വലിയൊരു മാനസികാധ്വാനം ആവശ്യമുള്ള കാര്യമാണെന്ന് തോന്നുന്നു. മറ്റൊരാളുടെ പ്രവൃത്തി നമ്മുടെ പ്രതികരണത്തെ നിർണ്ണയിക്കാൻ നമ്മൾ അനുവദിക്കുന്നില്ല എന്നർത്ഥം. കൃത്യം. നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ പൂർണ്ണ നിയന്ത്രണമുണ്ട്. പക്ഷേ ഈ വാക്യത്തിൽ വീണ്ടും പറയുന്നുണ്ട്, ഇങ്ങനെ ഏറ്റവും നല്ലതുകൊണ്ട് പ്രതിരോധിച്ചാൽ നിങ്ങളോട് ശത്രുതയിലായിരുന്നവൻ നിങ്ങളുടെ ഏറ്റവും ഉറ്റമിത്രമായി മാറിയതായി നിങ്ങൾക്ക് കാണാമെന്ന്. ഇവിടെയാണെന്റെ സംശയം. ആൽക്കെമി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇരുമ്പോ ചെമ്പോ ഒക്കെ സ്വർണമാക്കുന്ന പഴയ മാന്ത്രിക വിദ്യയല്ലേ ഉദ്ദേശിക്കുന്നത്? അതെ, ആ ഒരു മാറ്റത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത് മനുഷ്യർക്കിടയിൽ എങ്ങനെയാണ് പ്രായോഗികമാകുന്നത്? കടുത്ത ശത്രു എങ്ങനെയാണ് പെട്ടെന്നുറ്റമിത്രമാകുന്നത്? ഈ ഒരു മാറ്റത്തെയാണ് ഞാൻ നേരത്തെ സൈക്കോളജിക്കൽ ഹാക്ക് എന്ന് വിളിച്ചത്. ഒരാൾ നിങ്ങളോട് മോശമായി പെരുമാറുമ്പോൾ അവർ നിങ്ങളിൽ നിന്ന് ഒരു പ്രത്യാക്രമണം എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. അവരുടെ തലച്ചോർ അതിന് തയ്യാറെടുത്താണ് നിൽക്കുന്നത്. അതെ, അവർ യുദ്ധത്തിന് റെഡിയാണ്. ആ സമയത്ത് നിങ്ങൾ അവർക്ക് സ്നേഹവും പരിഗണനയും വളരെ ശാന്തമായ ഒരു മറുപടിയും നൽകുമ്പോൾ അവരുടെ തലച്ചോറിൽ സംഭവിക്കുന്നത് കോഗ്നിറ്റീവ് ഡിസ്സോണൻസ് എന്ന് വിളിക്കുന്ന ഒരവസ്ഥയാണ്. കോഗ്നിറ്റീവ് ഡിസ്സോണൻസ്, അതായത് പൊരുത്തക്കേട്. അതെ, അവർ പ്രതീക്ഷിച്ചതും അവർക്ക് യഥാർത്ഥത്തിൽ കിട്ടിയതും തമ്മിൽ വലിയൊരു പൊരുത്തക്കേടുണ്ടാകുന്നു. ഇത് അവരുടെ മാനസികമായ പ്രതിരോധങ്ങളെ ഒറ്റയടിക്ക് തകർക്കും. അവർ തയ്യാറെടുത്തു വന്ന ആയുധങ്ങൾ മുഴുവൻ താഴെ വയ്ക്കാൻ അവർ നിർബന്ധിതരാകുന്നു അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതാണ് സംഭവിക്കുന്നത്. അവർ തങ്ങളുടെ തന്നെ പ്രവൃത്തിയെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കാൻ തുടങ്ങും. ഞാൻ ഇത്രയും മോശമായി പെരുമാറിയിട്ടും ഈ വ്യക്തി എന്തുകൊണ്ടാണ് എന്നോട് ഇത്രയും മാന്യമായി സംസാരിക്കുന്നത് എന്ന ചോദ്യം അവരുടെ ഉള്ളിൽ ശക്തമായി ഉയരും. സത്യം, അവിടെ അവർ അവരെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. അതെ, ആ ഒരു നിമിഷത്തിലാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ശത്രുത ഇല്ലാതാകുന്നത്. ഇരുമ്പ് സ്വർണമാകുന്നത് പോലെ തികച്ചും നെഗറ്റീവായ ഒരു ഊർജം അവിടെ പരസ്പര ബഹുമാനമുള്ള ഒരു സൗഹൃദമായി പരിവർത്തനം ചെയ്യപ്പെടാനുള്ള വലിയൊരു സാധ്യത അവിടെ ജനിക്കുന്നു. ഓഹോ, അപ്പോഴിത് കേവലം വാക്കുകൾ കൊണ്ടുള്ള മായാജാലമല്ല. അല്ലല്ല, ഇത് മനുഷ്യന്റെ മനഃശാസ്ത്രത്തെ വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഈ പറയുന്ന ശത്രുവിനെ മിത്രമാക്കുക എന്ന ആൽക്കെമി കേൾക്കാൻ വളരെ എളുപ്പമുള്ളതായി തോന്നുമെങ്കിലും പ്രായോഗിക ജീവിതത്തിൽ ഇതത്ര എളുപ്പമല്ലല്ലോ. തീർച്ചയായും അല്ല. ഒരാൾ നമ്മെ അപമാനിക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറയുക എന്നത് ചില്ലറ കാര്യമല്ല. എന്തുകൊണ്ടാണ് നമ്മുടെ ചുറ്റുമുള്ള ലോകത്ത് ഇത്രയധികം കോപവും പ്രതികാരവും എപ്പോഴും നിലനിൽക്കുന്നത്? ഇതിനുള്ള ഉത്തരം തൊട്ടടുത്ത വാക്യമായ 41 അധ്യായം 35 നൽകുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതെ, ആ വാക്യം വളരെ യാഥാർത്ഥ്യബോധത്തോടെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്. വെറുതെ എല്ലാവരോടും നന്മ ചെയ്യുക എന്നു പറഞ്ഞു പോവുകയല്ല അത് ചെയ്യുന്നത്. ആ വാക്യം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ക്ഷമയും ആത്മനിയന്ത്രണവും പാലിക്കുന്നവർക്കല്ലാതെ ഈ ഒരു മഹത്തായ ഗുണം നൽകപ്പെടുന്നതല്ല. അതായത് ഈ മാന്ത്രികത എല്ലാവർക്കും വഴങ്ങില്ല എന്നർത്ഥം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ അസാധാരണമായ പരിവർത്തനം, അതായത് ശത്രുവിനെ മിത്രമാക്കുന്ന ആ കഴിവ്, എല്ലാവർക്കും അത്ര വേഗത്തിൽ സാധ്യമാകുന്ന ഒന്നല്ല എന്നിതു വളരെ വ്യക്തമാക്കുന്നു. പ്രതികാരമെന്ന മനുഷ്യന്റെ സ്വാഭാവിക ചോദനയെ മറികടക്കുക എന്നത് വളരെ വലിയൊരു വെല്ലുവിളിയാണ്. അതിനെ നമുക്ക് വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ചു നിൽക്കുന്നതിനോട് ഉപമിക്കാൻ കഴിയുമോ? എങ്ങനെയെന്നൊന്ന് വ്യക്തമാക്കാമോ? അതായത് വായു ലഭിക്കുമ്പോൾ ശ്വാസമെടുക്കുക എന്നത് മനുഷ്യന്റെ ഏറ്റവും സ്വാഭാവികമായ, നമ്മൾ ചിന്തിക്കാതെ തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. എന്നാൽ നമ്മൾ പെട്ടെന്ന് വെള്ളത്തിനടിയിൽ അകപ്പെട്ടാൽ ആ സ്വാഭാവിക പ്രവണതയെ നമ്മൾ ബലം പ്രയോഗിച്ച് നിയന്ത്രിക്കണം. ശരിയാണ്. ചുറ്റും വെള്ളമാണെന്നറിഞ്ഞ് എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും ശ്വാസം അടക്കിപ്പിടിക്കുന്ന കഠിനമായ ആത്മനിയന്ത്രണം നമ്മൾ പാലിച്ചില്ലെങ്കിൽ നമ്മൾ മുങ്ങിമരിക്കും. ദേഷ്യം വരുമ്പോൾ തിരിച്ചടിക്കാതിരിക്കുക എന്നതും ഇതുപോലെ തന്നെയല്ലേ? ചുറ്റും പ്രകോപനങ്ങളുടെ വെള്ളപ്പൊക്കമുള്ളപ്പോൾ
നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിച്ചു നിർത്തുന്ന ആ ഒരു മാനസികാധ്വാനം. ആ വെള്ളത്തിനടിയിലെ ശ്വാസം പിടിക്കൽ ഉപമ വളരെ രസകരമാണ്. പക്ഷെ നോക്കൂ, അതിലൊരു ചെറിയ അപകടം കൂടിയുണ്ട്. അതെന്താണ്? നമ്മൾ വെള്ളത്തിനടിയിൽ തുടർച്ചയായി ശ്വാസം പിടിച്ചുവെച്ചാൽ അവസാനം നമ്മൾ ശ്വാസം മുട്ടി മരിക്കും. ഇവിടെ ക്ഷമ എന്നത് വികാരങ്ങളെ മുഴുവൻ ഉള്ളിൽ ഒതുക്കിവെച്ച് എങ്ങനെയെങ്കിലും കടിച്ചുപിടിച്ച് വീർപ്പുമുട്ടുന്ന ഒരവസ്ഥയല്ല. ഓ, അതൊരു പുതിയ അറിവാണ്. ഞാൻ കരുതിയത് എല്ലാം കടിച്ചുപിടിച്ച് സഹിക്കുന്നതാണ് ക്ഷമയെന്നാണ്. പലരും അങ്ങനെയാണ് കരുതുന്നത്. നിങ്ങളുടെ ഈഗോ അല്ലെങ്കിൽ അഹംഭാവം എപ്പോഴും നിങ്ങളോട് പറയുന്നത്, നീ എന്തിനാണിത് സഹിക്കുന്നത്? അവൻ നിന്നെ അപമാനിച്ചില്ലേ, തിരിച്ചടിക്കൂ എന്നാണ്. ആ ഈഗോയുടെ ശബ്ദത്തെ നിങ്ങളുടെ വിവേകം കൊണ്ട് മറികടക്കുന്ന പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ക്ഷമ എന്നു പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ഒരു യുദ്ധം ചെയ്യുകയാണല്ലേ? അതെ, നിങ്ങൾ ഉള്ളിലൊരു പോരാട്ടം നടത്തുകയാണ്. അവിടെ വികാരങ്ങളെ അടക്കിപ്പിടിച്ച് ശ്വാസം മുട്ടുകയല്ല, മറിച്ച് ആ കോപത്തെ മറ്റൊരു പോസിറ്റീവ് ഊർജ്ജമാക്കി മാറ്റാൻ നിങ്ങൾ വളരെ ബോധപൂർവം പഠിക്കുകയാണ്. ഇതിനാണ് ആത്മനിയന്ത്രണമെന്ന് പറയുന്നത്. അതൊരു വളരെ മികച്ച കാഴ്ചപ്പാടാണ്. വെറുതെ സഹിക്കുന്നതിനെയല്ല, സ്വന്തം ഇഗോയെ മാറ്റി നിർത്തിക്കൊണ്ട് സാഹചര്യത്തെ വിലയിരുത്തുന്നതിനെയാണ് നമ്മൾ ക്ഷമ എന്ന് വിളിക്കേണ്ടത്. തീർച്ചയായും. അങ്ങനെയെങ്കിൽ ഇങ്ങനെ സ്വന്തം ദേഷ്യത്തെ നിയന്ത്രിച്ച് ഈ കഠിനമായ ആത്മനിയന്ത്രണം ശീലിക്കുന്നതിലൂടെ ഒരു വ്യക്തി എത്തിച്ചേരുന്ന മാനസിക അവസ്ഥയെക്കുറിച്ച് ഈ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ടല്ലോ. ഏറ്റവും ഭാഗ്യം സിദ്ധിച്ചവർക്ക് മാത്രമേ ഈ ഗുണം ലഭിക്കൂ എന്നാണത് പറയുന്നത്. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഈ ഭാഗ്യം? അതൊരു ലോട്ടറി അടിക്കുന്നത് പോലുള്ള ഭാഗ്യമാണോ? തീർച്ചയായുമല്ല. ഇവിടെ പറയുന്ന ഭാഗ്യം നമ്മൾ സാധാരണയായി മനസ്സിലാക്കുന്ന ഭൗതികമായ സമ്പത്തോ അല്ലെങ്കിൽ അധികാരമോ ലഭിക്കുന്നതോ ആയ ഭാഗ്യമല്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യമെന്നത് അവന്റെ വൈകാരികമായ സ്വാതന്ത്ര്യമാണ്. വൈകാരികമായ സ്വാതന്ത്ര്യം, അതൊന്ന് വിശദീകരിക്കാമോ? അതായത്, നിങ്ങളുടെ സമാധാനം മറ്റൊരാളുടെ പ്രവൃത്തികളെ ആശ്രയിച്ചിരിക്കാത്ത ഒരു സ്വതന്ത്രമായ അവസ്ഥ. സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നതെന്താണ്? നമ്മുടെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും റിമോട്ട് കൺട്രോൾ നമ്മൾ മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കുകയാണ്. അതെ, റിമോട്ട് കൺട്രോൾ മറ്റൊരാൾക്ക് കൊടുക്കുന്ന അവസ്ഥ. ഒരാളൊന്ന് പുഞ്ചിരിച്ചാൽ നമ്മൾ സന്തോഷിക്കുന്നു. അയാൾ മുഖം കറുപ്പിച്ചാൽ നമ്മുടെ അന്നത്തെ ദിവസം മുഴുവൻ നശിക്കുന്നു. എന്നാൽ ഏതു വെല്ലുവിളിയെയും നന്മയിലൂടെ നേരിടാനും തന്റെ വൈകാരികമായ നിയന്ത്രണം തന്റെ കൈകളിൽ തന്നെ നിലനിർത്താനും കഴിയുന്ന ആന്തരികമായ കരുത്താണ് ഇവിടെ ഭാഗ്യം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ആ കരുത്തുള്ളവരാണ് ലോകത്തിലെ യഥാർത്ഥ ഭാഗ്യവാന്മാർ. നമ്മൾ മറ്റുള്ളവരുടെ കയ്യിൽ റിമോട്ട് കൺട്രോൾ കൊടുക്കുന്നില്ല എന്ന ആ ഉദാഹരണം വളരെ കൃത്യമാണ്. എന്നാൽ എന്റെ മനസ്സിൽ വരുന്നൊരു വലിയ ചോദ്യം ഇതാണ്: ഈ പറയുന്ന ഭാഗ്യം നമ്മൾ ജനിച്ചപ്പോഴേ നമുക്ക് ലഭിക്കുന്ന ഒന്നാണോ? അല്ല, ജന്മനാ കിട്ടുന്നതല്ല. കാരണം ചില ആളുകൾക്ക് ജന്മനാ ദ്വേഷ്യം കുറവായിരിക്കും, അവർ വളരെ ശാന്തപ്രകൃതരായിരിക്കും എന്ന് നമ്മൾ പറയാറില്ലേ? അതൊരു ജനിതകമായ ഗുണമാണോ? അതോ തൊട്ടുമുമ്പ് പറഞ്ഞ ആ ക്ഷമയും ആത്മനിയന്ത്രണവും ജീവിതത്തിൽ നിരന്തരം പരിശീലിക്കുന്നതിലൂടെ നാം ബോധപൂർവം നേടിയെടുക്കുന്ന ഒരവസ്ഥയാണോ ഈ ഭാഗ്യം? ഇതൊരിക്കലും ജന്മനാ ലഭിക്കുന്ന ഒരു സമ്മാനമല്ല. ഇതൊരു നീണ്ട പ്രക്രിയയുടെ ഫലമാണ്. നിങ്ങൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് ഒരു പേശി വളർത്തിയെടുക്കുന്നത് പോലെ നിരന്തരമായ പരിശീലനത്തിലൂടെയും ആത്മനിയന്ത്രണത്തിലൂടെയും നിങ്ങൾ നേടിയെടുക്കുന്നതാണ് ഈ ഭാഗ്യം. ഒറ്റയടിക്ക് ആരും വലിയ ക്ഷമാശീലരാകില്ല അല്ലേ? ഒരിക്കലുമില്ല. ആദ്യം നമ്മൾ ചെറിയ ചെറിയ പ്രകോപനങ്ങളിൽ ക്ഷമിക്കാൻ പഠിക്കുന്നു. ഒരു ട്രാഫിക് ബ്ലോക്കിൽ ദേഷ്യമെന്ന് ഹോൺ അടിക്കാതിരിക്കുക, അല്ലെങ്കിൽ കുടുംബത്തിലൊരു ചെറിയ തർക്കം വരുമ്പോൾ മറുപടി പറയാതിരിക്കുക. അങ്ങനെ ചെറിയ കാര്യങ്ങളിൽ ആത്മനിയന്ത്രണം ശീലിക്കുമ്പോൾ അതൊരു മസില് പോലെ വളർന്നുവരും. പടിപടിയായി വളർത്തിയെടുക്കുന്നൊരു കഴിവ്. അതെ, ആ ബുദ്ധിമുട്ടുള്ള ഘട്ടങ്ങളിലൂടെ തുടർച്ചയായി കടന്നു പോകുമ്പോൾ മാത്രമേ ശത്രുവിനെ മിത്രമാക്കാൻ കഴിയുന്ന ആ അത്യുന്നതമായ ഭാഗ്യത്തിലേക്ക്, അല്ലെങ്കിൽ ആ വൈകാരിക സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയൂ. അതെ, അതൊരു ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന മാന്ത്രിക വിദ്യയല്ല, മറിച്ച് നിരന്തരമായ പരിശീലനം ആവശ്യമുള്ള ഒരു ആൽക്കമിയാണ്. നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങൾ മുഴുവൻ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ തുടങ്ങിയത് നന്മയും തിന്മയും തമ്മിലുള്ള അടിസ്ഥാനപരമായ അസന്തുലിതാവസ്ഥയെക്കുറിച്ചായിരുന്നു. തീയും വെള്ളവും പോലെയുള്ള വ്യത്യാസം. അതെ, അവ തികച്ചും വ്യത്യസ്തമാണെന്നും തിന്മയുടെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നത് പ്രശ്നം വഷളാക്കുകയുള്ളൂ എന്നും നമ്മൾ കണ്ടു. അതിനുശേഷം ആ തിന്മയെ ഏറ്റവും മികച്ച പ്രതികരണം കൊണ്ട് സജീവമായി നേരിടുന്നതിലൂടെ എങ്ങനെയാണ് ഒരാളുടെ തലച്ചോറിലെ കോഗ്നിറ്റീവ് ഡിസോണൻസ് ഉണർത്തുന്നതെന്നും അതുവഴി ശത്രുവിനെ മിത്രമാക്കുന്ന ആ അതിശയകരമായ രസതന്ത്രം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും നാം വളരെ വിശദമായി ചർച്ച ചെയ്തു. തുടർന്ന്
ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ ആവശ്യമായ ആത്മനിയന്ത്രണത്തെക്കുറിച്ചും സ്വന്തം ഈഗോയെ എങ്ങനെ മാറ്റി നിർത്തണമെന്നതിനെക്കുറിച്ചും നാം സംസാരിച്ചു. സ്വന്തം വികാരങ്ങളുടെ റിമോട്ട് കൺട്രോൾ മറ്റാർക്കും വിട്ടുകൊടുക്കാതെ തന്റെ വൈകാരിക സ്വാതന്ത്ര്യം എപ്പോഴും നിലനിർത്തുന്ന വ്യക്തിയാണ് യഥാർത്ഥ ഭാഗ്യവാൻ എന്ന വലിയൊരു തിരിച്ചറിവിലേക്കും നാം എത്തി. ഈ ഒരു തിരിച്ചറിവ് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളുടെ കേവലം ഇരകളല്ല എന്നാണ്. പ്രതികാരത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ച് സ്വതന്ത്രരാകാനുള്ള ഒരു ആഹ്വാനമാണ് ഈ വാക്യങ്ങൾ നമുക്ക് നൽകുന്നത്. സത്യം. അപ്പോൾ ഇന്ന് ഈ ആഴത്തിലുള്ള അന്വേഷണം കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്. നമ്മളിന്ന് പങ്കുവച്ച ഈ അറിവ് കേവലം നിങ്ങളുടെ ബുദ്ധിയിൽ മാത്രം ഒതുക്കി നിർത്താനുള്ള ഒന്നല്ല. നാളെ നിങ്ങളുടെ ജീവിതത്തിൽ, ഒരുപക്ഷെ നിങ്ങളുടെ ഓഫീസിൽ ഒരു മീറ്റിംഗിനിടയിലോ അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോഴോ ഈ വിട്ടുവീഴ്ചയുടെ രസതന്ത്രം നിങ്ങൾക്ക് തീർച്ചയായും പ്രയോഗിക്കാൻ കഴിയും. ഇതൊരു തിയറിയല്ല, പ്രായോഗികമായ കാര്യമാണ്. അതെ, നിങ്ങളുടെ ബന്ധങ്ങളെ മാറ്റിമറിക്കാനും നിങ്ങളുടെ സ്വന്തം മാനസികോർജ്ജം സംരക്ഷിക്കാനുമുള്ള വളരെ ശക്തമായ ഒരു സൈക്കോളജിക്കൽ ടൂളാണിത്. ഓരോ പ്രകോപനവും നിങ്ങൾക്കിനി ഈ രസതന്ത്രം പരീക്ഷിക്കാനുള്ള ഒരു പുതിയ അവസരമായി കാണാം. നിങ്ങളുടെ നിയന്ത്രണം എപ്പോഴും നിങ്ങളുടെ കയ്യിൽ തന്നെയാണെന്ന വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് ഇത് ഓരോരുത്തർക്കും നൽകുന്നത്. നാം ഇന്നത്തെ ഈ അന്വേഷണം ഇവിടെ പൂർണ്ണമാക്കുകയാണ്. എന്നാൽ ഈ ചിന്തകളിൽ നിന്ന് വിടവാങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്ക് സ്വന്തമായി ആലോചിക്കാൻ വേണ്ടി വളരെ നിർണായകമായൊരു ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ സ്വാഭാവികമായ തിരിച്ചടിയെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കുക. നമ്മളെ ഒരാൾ വേദനിപ്പിക്കാൻ വരുമ്പോൾ നമ്മൾ അവർക്ക് തിരികെ ഉപദ്രവം ചെയ്യാതെ അതിലും വലിയൊരു നന്മ കൊണ്ട് സജീവമായി അതിനെ പ്രതിരോധിക്കുമ്പോൾ ആ നിമിഷത്തിൽ യഥാർത്ഥത്തിൽ മാറുന്നത് ആരാണ്? അതൊരു വലിയ ചോദ്യമാണ്. അതോ എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യാൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വെമ്പുന്ന ആ പഴയ ഇഗോയുടെ രൂപത്തിലുള്ള മറ്റൊരു ശത്രുവാണോ? ആരെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ കീഴടക്കുന്നത്? പുറത്തുള്ള ശത്രുവേയോ അതോ ഉള്ളിലെ ശത്രുവേയോ? ഈ ഒരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ മാറ്റങ്ങളുടെ ഒരു പുതിയ ചിന്തയായി തുടരട്ടെ. വീണ്ടും കാണും വരെ നിങ്ങളുടെ അന്വേഷണങ്ങൾ തുടരുക. പുതിയ അറിവുകൾ നിങ്ങളെ എപ്പോഴും തേടിയെത്തട്ടെ.